ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇൻഷോട്ടിലെ കട്ട്, സ്പ്ലിറ്റ് അതുപോലെ തന്നെ ട്രിം എന്ന ഓപ്ഷൻ എന്താണ്, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എന്നെല്ലാമാണ് നോക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഞാനൊരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. ഈ വീഡിയോയുടെ ലെങ്ത്ത് ഇവിടെ നമുക്ക് കാണാം. 1 മിനിറ്റ് 7 സെക്കൻഡാണ് ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ട്രിം ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എന്നതാണ് ആദ്യമായി കാണിക്കുന്നത്. ഇതിന് നമ്മൾ ഈ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുവാൻ വേണ്ടി ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ട്രിം ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഏത് പോർഷൻ വരെ അല്ലെങ്കിൽ ഏത് ഭാഗം വരെയാണ് നമുക്ക് വേണ്ടത് അതുവരെ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അത്രയും പോർഷൻ ട്രിം ആകുന്നതാണ്. ഇപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഈ വീഡിയോയിൽ നിന്നും റിമൂവ് ആയിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തു നിന്നും നമുക്ക് ഈ ട്രിം ഓപ്ഷൻ ഇവിടെ ലഭിക്കും. ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് വീഡിയോയുടെ എൻഡിൽ കുറച്ച് പോർഷൻ ആവശ്യമില്ല എങ്കിൽ അതുവരെ സെലക്ട് ചെയ്ത് ജസ്റ്റ് നമുക്ക് ഇത് റിലീസ് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എത്രയും പോർഷനാണോ നമുക്ക് വേണ്ടത് അതുവരെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പോർഷൻ റിമൂവായി ബാക്കിയുള്ള പോർഷനാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം, ഇപ്പോൾ ഇത് 35 സെക്കൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ഇത് 1 മിനിറ്റ് 7 സെക്കൻഡ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ 2 സൈഡിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ട്രിം ചെയ്ത് ഇതിപ്പോൾ 35 സെക്കൻഡ് മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇങ്ങനെ ട്രിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള സെലക്ഷൻ അല്ല കിട്ടിയത്, എന്തെങ്കിലും മിസ്റ്റേക്ക് എല്ലാം സംഭവിച്ചു എങ്കിൽ നമുക്കിവിടെ അൺഡു എന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മുടെ സെലക്ഷൻ കൊടുക്കാം. അതുപോലെ നമുക്ക് സെലക്ഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തു കഴിഞ്ഞാൽ എത്രയാണോ വീഡിയോ സൈസ് വേണ്ടത് അത്ര വരെ നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഷോട്ടിൽ ട്രിം എന്ന ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് എങ്ങനെ ഈ വീഡിയോയിൽ കട്ട് ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കൊരു പോർഷൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇതിനായി ഞാൻ സെയിം വീഡിയോ തന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് 1 മിനിറ്റ് 7 സെക്കൻഡ്സ് ആണ്. ഈ വീഡിയോയിൽ നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഇതിൻ്റെ നടുവിലോ അല്ലെങ്കിൽ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ ഈ ലൈൻ കൊണ്ടു നിർത്തുക. ഇപ്പോൾ ഇത് 22 സെക്കൻഡിലാണ് ഞാൻ ഈ ലൈൻ വച്ചിരിക്കുന്നത്. അതിനുശേഷം സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ സ്പ്ലിറ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ 2 ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം 22 സെക്കൻഡ് കഴിഞ്ഞ് എത്രയും ഭാഗമാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടത് അത്രയും ഭാഗം വീണ്ടും സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊരു 30 സെക്കൻഡ് വരെ ആവശ്യമില്ല എന്നാണ് കൊടുക്കുന്നത്. 30 സെക്കൻഡിൽ കൊടുന്ന് ഈ ലൈന് വീണ്ടും കറക്റ്റായി നിർത്തുകയാണ്. അതിനുശേഷം ഞാൻ സ്പ്ലിറ്റ് എന്ന് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു വീഡിയോ 3 ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്റർ പോർഷൻ, അതായത് 22 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെയുള്ള ഒരു പോർഷൻ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നതാണ്. അതിനുശേഷം ഡിലീറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ മാത്രം ഡിലീറ്റ് ആയിട്ടുണ്ട്. താഴത്ത് നിങ്ങൾക്ക് വീഡിയോയുടെ സൈസ് മാറിയത് കാണാം. ഇപ്പോൾ 59 സെക്കൻഡ്സ് ആണ് വീഡിയോയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് സ്പ്ലിറ്റ് ഓപ്ഷൻ എന്താണ് എന്നാണ് നോക്കുന്നത്. സ്പ്ലിറ്റ് ഓപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ അതേ വീഡിയോ തന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് വേണ്ടാത്തൊരു പോർഷൻ നേരത്തെ കാണിച്ചതുപോലെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സ്പ്ലിറ്റ് ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് ഓപ്ഷൻ കൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോ ഡ്രാഗ് ചെയ്ത് എവിടെയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അവിടെ സ്പ്ലിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ 2 പോർഷനായിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് ഇത് 3 പോർഷനായി മാറി. ഇപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്ത്, അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്ത് അതിനെന്തെങ്കിലും എഫക്റ്റ് അല്ലെങ്കിൽ അനിമേഷൻ എല്ലാം കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഈ ഒരു എഫക്റ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ
ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമുക്കിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോയിൽ ആ ഒരു എഫക്റ്റ് വരുന്നത് കാണാം. അങ്ങനെ സ്പ്ലിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത ഭാഗത്ത് പ്രത്യേക എഫക്റ്റ് എല്ലാം കൊടുക്കാം. അതുപോലെ തന്നെ ഈ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം നമുക്ക് ഈ വീഡിയോയുടെ എൻഡിലേക്ക് കൊണ്ടുവരണമെങ്കിലെല്ലാം ഈസിയായി സാധിക്കും. അപ്പോൾ ഇനി ഈ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനെ നമുക്ക് ഈ വീഡിയോയുടെ എൻഡിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്ത സെൻറ്റർ പോർഷൻ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്താൽ ഇപ്പോൾ ഈ ഒരു പോർഷൻ ഈ വീഡിയോയുടെ എൻഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷനെ നമുക്ക് വീഡിയോയുടെ ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ ഇടയിലേക്ക് അല്ലെങ്കിൽ ഏത് പൊസിഷനിലേക്കാണോ വേണ്ടത് ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ ഒരു പൊസിഷനിലേക്ക് മാറ്റാവുന്നതാണ്. ഇൻഷോട്ടിൽ ട്രിം, കട്ട്, സ്പ്ലിറ്റ് എന്നീ ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചെറുതായൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്